Today we have to discuss comparison of fractions. In the comparison, Good morning, Miss. good morning. Comparison എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും കണ്ടുപിടിക്കുന്നതാണ് കമ്പാരിസൺ. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാ വലുത് ഏതാ ചെറുത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 2ഉം 12ഉം തന്നാൽ ഏതായിരിക്കും വലുത്? 5. 12 is greater than 2 അല്ലേ? Yes. 15ഉം 25ഉം തന്നിട്ടുണ്ടെങ്കിലോ? 50. 15 15 15 and 25 ആണെങ്കിൽ ഏതായിരിക്കും വലുത്? 50. 15 ഏഞ്ചൽ 15 15 25 ഏതാ വലുത്? 25 അല്ലേ? 15ഉം 25 വെച്ച് നോക്കിയാൽ 25 ആ വലുത്. അപ്പൊ നമുക്ക് നോർമൽ നമ്പേഴ്സ് കണ്ടാൽ we can understand, we can identify which one is greater and which one is smaller അല്ലേ? ഏതാ വലുത് ഏതാ ചെറുത് നമുക്ക് മനസ്സിലാക്കാം. But in the case of fractions, fractionsന്റെ കേസിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? മിസ് ഓടിച്ച് പറയാണേ, ശ്രദ്ധിക്കണേ കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ വലുത് ഏതാ ചെറുത് ഏതാന്ന്? നമുക്ക് കുറെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് അറിയാം അല്ലേ? ഫ്രാക്ഷൻസിൽ ന്യൂമറേറ്ററും അറിയാം ഡിനോമിനേറ്ററും അറിയാം. അതിൽ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിൽ വലുത് വരുന്നത് ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഓക്കെ, മനസ്സിലായോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ ന്യൂമറേറ്റർ? ന്യൂമറേറ്റർ എന്താ? നമ്മൾ എത്ര പാർട്സ് ആക്കിയോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്സിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ആണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ ആണ് ഡിനോമിനേറ്റർ. അതിൽ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ന്യൂമറേറ്റർ വരുന്നതായിരിക്കും ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ. സ്മോളസ്റ്റ് നമ്പർ ഓഫ് ന്യൂമറേറ്റർ വരുന്നതായിരിക്കും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞു തരാം. Listen here. Okay, ഇവിടെ ശ്രദ്ധിച്ചോ. 4/6, 1/6, 3/6, 5/6, 5/6. ഇത്രയും നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതില് ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഡിനോമിനേറ്റേഴ്സ് എല്ലാം 6 ആണ് വരുന്നത് അല്ലേ? നമ്മൾ ഏതാ വലിയ ഫ്രാക്ഷൻ? എങ്ങനെ വലിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം? ന്യൂമറേറ്റേഴ്സ് കൺസിഡർ ചെയ്യാം. ന്യൂമറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 5. അതിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാ? ഏറ്റവും വലിയ ഡിനോമിനേറ്റർ 5 ആണ് അല്ലേ? 4 3 1 5 4 1 3 1 5 വെച്ചാല് ഏറ്റവും വലുത് വരുന്നത് 5 ആണ്. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻസിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ the greatest fraction is 5/6. 5/6. 5/6 greater than. ഇനി അതിൽ ചെറുത് ഏതായിരിക്കും? 4. 4/6 ആയിരിക്കും നെക്സ്റ്റ്. 4/6. അതിലും ചെറുത് 3. 3/6. ഏറ്റവും ചെറുത് 1. 1/6. 6. ഓക്കെ,
അപ്പൊ ഇപ്പൊ നമുക്ക് ഇത്രയും 4 ഫ്രാക്ഷൻസ് തന്നതിൽ ഏറ്റവും വലുത് 5/6 ഏറ്റവും ചെറുത് 1/6. 1/6. നമ്മള് ന്യൂമറേറ്റേഴ്സിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കുക, ന്യൂമറേറ്റേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ. ഇത് നോട്ടിലോട്ട് എഴുതണോ? വേണ്ട, എഴുതണ്ട. ഇത് മനസ്സിലായല്ലോ? 2 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ 5/10 ആൻഡ് 3/10. 5/10 3/10. ഇവിടെ നമ്മൾ എങ്ങനെയാ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഇടുന്നേ? ഏതായിരിക്കും വലുത്? ആരെങ്കിലും ഒരാള് ഇതിനിടയിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ ഒന്ന് വരച്ചേ. അലൻ മാത്യു ഒന്ന് വരച്ച മോനെ. ഓക്കെ, വെരി ഗുഡ്. 5/10 ആണ് 3/10 വലുത്. സോ 5/10 is greater than 3/10. ഓക്കെ, അടുത്തത് 8/25, 16/25. ആരാ വരയ്ക്കുന്നേ? സെൽന ഒന്ന് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ ഇതിനിടയിൽ ഒന്ന് വരച്ചേ. ഓക്കെ, വെരി ഗുഡ്. 8/25 ലെസ് ദാൻ 16/25. 8/25 ആണ് ചെറുത്, 16/25 ആണ് വലുത്. അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും ഫ്രാക്ഷൻ എങ്ങനെയാ ചെറുത് വലുത് കണ്ടുപിടിക്കുന്നതെന്ന്? മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 79. പേജ് നമ്പർ 79 എടുത്തോ? അതില് എക്സൈസ് 2.4 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks with greater than or less than. പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഞാൻ ആൻസർ പറയാം, നിങ്ങൾ ശരിയാണോ നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ 2/8 ലെസ് ദാൻ 4/8. 2/8 ലെസ് ദാൻ 4/8. സെക്കൻഡ് വൺ 1/9 ലെസ് ദാൻ 7/9. 1/9 less than 7/9. Third one 4/7 greater than 1/7. 4/7 greater than 1/7. Fourth one 4/5 greater than 3/5. 4/5 greater than 3/5. Fifth one 1/3 less than 2/3. Sixth one 7/11 greater than 4/11. 7/11 greater than 4/11. Seventh one 5/6 greater than 2/6. 5/6 greater than 2/6. Eighth one 4/7 less than 7/7. 4/7 less than 7/7. ശരിയാണോ എല്ലാവർക്കും? തെറ്റിയിട്ടുണ്ടോ? കുഴപ്പമില്ല, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കിൾ ദി സ്മോളർ ഫ്രാക്ഷൻ. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അതായത് 2 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാ ചെറുത് എന്ന് വെച്ചാൽ അതിന് സർക്കിൾ ചെയ്യാം. ഓക്കെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയാൽ തന്നെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Write these fractions in both ascending and descending order. കുറെ ഫ്രാക്ഷൻസിന്റെ സെറ്റ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലും എഴുതണം, ഡിസെൻഡിങ് ഓർഡറിലും എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ മിസ് പറഞ്ഞു തരാം. അടുത്ത ബാക്കി 3 അല്ലെങ്കിൽ 2 മിസ് പറഞ്ഞുതരാം. ബാക്കിയുള്ളത് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ മിസ്സിന്റെ കൂടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തോ.
Okay, first one 11 by 11, 11 by 11, 8 by 11, 8 by 11, 3 by 11, 6 by 11, 6 by 11, 9 by 11. ഇത്രയും ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം, പിന്നീട് ഡിസെൻഡിങ് ഓർഡറിലും എഴുതാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്? എങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും? അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ അതിൽ വലുത്, പിന്നെ അതിൽ വലുത്, പിന്നെ അതിൽ വലുത്. ഓക്കെ, അസെൻഡിങ് ഓർഡറിന് എഴുതിയിട്ട് എഴുതാം. അസെൻഡിങ് ഓർഡർ. ഏറ്റവും ചെറുത് ഏതായിരിക്കും ഇതില്? ന്യൂമറേറ്റേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കുക. ഏറ്റവും ചെറുത് 3 അല്ലേ? അപ്പോ 3 by 11 ആണ് ഏറ്റവും ചെറുത്. 3 by 11 ലെസ് ദാൻ. അതിൽ വലുത് ഏതായിരിക്കും? 6. 6 by 11